മഹാതേജസ്സുള്ള യുധിഷ്ഠിരൻ ശരശയ്യയിൽ കിടന്നിരുന്ന പിതാമഹനായ ഭീഷ്മരോട് വീണ്ടും ചോദിച്ചു. അഹിംസയാണ് പരമധർമ്മമെന്ന് താങ്കൾ പലവട്ടം ഉപദേശിച്ചിട്ടുണ്ട്. എന്നാൽ പിതൃകർമ്മങ്ങളായ ശ്രാദ്ധങ്ങളിൽ വിവിധതരം മാംസനിവേദനങ്ങൾ നടത്തണമെന്നും മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരു ജീവിയെ കൊല്ലാതെ മാംസം എങ്ങനെ ലഭിക്കും? അതിനാൽ ഈ രണ്ടുപദേശങ്ങളും പരസ്പരം വിരുദ്ധമാണെന്ന് എനിക്ക് തോന്നുന്നു. മാംസം ഉപേക്ഷിക്കുന്ന ധർമ്മത്തെക്കുറിച്ച് എനിക്ക് സംശയമുളവായിരിക്കുന്നു. മാംസം ഭക്ഷിക്കുന്നവന് എന്ത് ദോഷമാണ് ഉണ്ടാകുന്നത്? മാംസം ഉപേക്ഷിക്കുന്നവന് എന്ത് ഗുണമാണ് ലഭിക്കുന്നത്? സ്വയം ജീവിയെ കൊന്ന് അതിന്റെ മാംസം ഭക്ഷിക്കുന്നവന് എന്ത് പാപമാണുണ്ടാകുന്നത്? മറ്റൊരാൾ കൊന്ന ജീവിയുടെ മാംസം ഭക്ഷിക്കുന്നവന് എന്ത് ഫലമാണ് ലഭിക്കുന്നത്? മറ്റൊരാളുടെ ആവശ്യത്തിനായി ജീവിയെ കൊല്ലുന്നവനും വാങ്ങിയ മാംസം ഭക്ഷിക്കുന്നവനും എന്ത് പുണ്യപാപങ്ങളാണ് ലഭിക്കുന്നത്? ഇങ്ങനെ യുധിഷ്ഠിരൻ ഭീഷ്മരോട് ചോദിച്ചു. ഭീഷ്മർ പറഞ്ഞു, അഹിംസ തന്നെയാണ് ഉന്നതമായ ധർമ്മം. അതുകൊണ്ട് ജീവജാലങ്ങളോടുള്ള കരുണയും അവയെ വേദനിപ്പിക്കാതിരിക്കലും മഹത്തായ ഗുണങ്ങളാണ്. മാംസം ജീവഹിംസയില്ലാതെ ലഭിക്കുകയില്ല. അതിനാൽ മാംസഭക്ഷണത്തിന്റെ പിന്നിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ജീവിയുടെ നാശം ഉൾപ്പെട്ടിരിക്കുന്നു. എല്ലാ ജീവജാലങ്ങൾക്കും സ്വന്തം ജീവൻ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവനെ സ്വന്തം ജീവനെപ്പോലെ വിലമതിക്കണം. ജീവികളെ കൊല്ലുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുന്നവൻ ധർമ്മനിഷ്ഠനായവനായി കണക്കാക്കപ്പെടുന്നു. അവൻ മറ്റുള്ളവരിൽ ഭയം സൃഷ്ടിക്കുകയില്ല. ആർക്കും ഭയം നൽകാത്തവനെ മറ്റുള്ളവരും ഭയപ്പെടുത്തുകയില്ല. അത്തരം വ്യക്തി എല്ലാവരുടെയും സ്നേഹവും വിശ്വാസവും നേടുന്നു. മാംസം ഉപേക്ഷിക്കുന്നവൻ ദീർഘായുസ്സും ആരോഗ്യവും കീർത്തിയും പ്രാപിക്കുന്നു എന്ന് ജ്ഞാനികൾ പറയുന്നു. കൊല്ലുന്നവൻ, കൊല്ലാൻ അനുമതി നൽകുന്നവൻ, മാംസം വാങ്ങുന്നവൻ, വിൽക്കുന്നവൻ, പാകം ചെയ്യുന്നവൻ, വിളമ്പുന്നവൻ, ഭക്ഷിക്കുന്നവൻ ഇവരൊക്കെയും ആ ഹിംസയിൽ പങ്കാളികളാകുന്നു. അതുകൊണ്ട് ഹിംസയിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാൻ ആഗ്രഹിക്കുന്നവർ മാംസഭക്ഷണം ഉപേക്ഷിക്കുന്നതാണ് ഉത്തമം. മറ്റു ജീവികളുടെ ക്ഷേമം ആഗ്രഹിക്കുകയും അവരെ സ്വന്തം ബന്ധുക്കളെപ്പോലെ കാണുകയും ചെയ്യുന്നവൻ മഹത്തായ പുണ്യം സമ്പാദിക്കുന്നു. സകല ജീവജാലങ്ങളോടും ദയ കാണിക്കുകയും അഹിംസ പാലിക്കുകയും ചെയ്യുന്നവൻ ഈ ലോകത്തും പരലോകത്തും ശുഭഫലങ്ങൾ പ്രാപിക്കുന്നു. ഭീഷ്മർ തുടർന്നു, ഒരു ജീവിയുടെ മാംസം മറ്റൊരാളുടെ ശരീരത്തെ പോഷിപ്പിക്കുന്നതിനായി ഉപയോഗിക്കപ്പെടുന്നു. അതിനാൽ മാംസഭക്ഷണത്തിന്റെ മൂലത്തിൽ ജീവഹിംസ തന്നെയുണ്ട്. മാംസം കഴിക്കാനുള്ള ആഗ്രഹം കാരണം ജീവികളെ കൊല്ലുന്നു. ഭക്ഷിക്കുന്നവരില്ലെങ്കിൽ കൊല്ലുന്നവരും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് മാംസഭക്ഷണം ഉപേക്ഷിക്കുന്നവൻ ജീവഹിംസയുടെ കാരണങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നു. സ്വർണം ദാനം ചെയ്യുന്നതും വലിയ യാഗങ്ങൾ നടത്തുന്നതും മഹത്തായ പുണ്യമാണ്. എന്നാൽ മാംസം ഉപേക്ഷിക്കുന്നതിലൂടെ ലഭിക്കുന്ന പുണ്യം അതിനേക്കാൾ മഹത്താണെന്ന് മഹർഷികൾ പറയുന്നു. മറ്റു ജീവികളെ ഭയപ്പെടുത്താതെ ജീവിക്കുന്നവൻ സകല ജീവികളുടെയും അഭയസ്ഥാനമാകുന്നു. എല്ലാ ജീവജാലങ്ങളോടും ദയയുള്ളവൻ അവരിൽ നിന്നുമുള്ള അനുഗ്രഹത്തിനും സ്നേഹത്തിനും അർഹനാകുന്നു. ഹിംസയിൽ നിന്ന് വിട്ടുനിൽക്കുകയും സത്യം, ദയ, ക്ഷമ എന്നിവ പാലിക്കുകയും ചെയ്യുന്നവൻ മഹത്തായ ധർമ്മം അനുഷ്ഠിക്കുന്നു. മാംസഭക്ഷണം ഉപേക്ഷിച്ച മനുഷ്യൻ യാഗങ്ങളാലും തപസ്സാലും ലഭിക്കുന്നതുപോലുള്ള മഹത്തായ ഫലങ്ങൾ പ്രാപിക്കുന്നു. ഒരു ജീവിയെയും വേദനിപ്പിക്കാതിരിക്കാൻ പരിശ്രമിക്കുന്നവൻ സകല ജീവജാലങ്ങളുടെയും സുഹൃത്തായി മാറുന്നു. അഹിംസയെ ജീവിതത്തിന്റെ അടിസ്ഥാനമാക്കുന്നവൻ ഈ ലോകത്ത് സന്തോഷത്തോടെയും മരണാനന്തരം ഉത്തമഗതിയോടെയും ജീവിക്കുന്നു. അഹിംസയെ അനുഷ്ഠിക്കുന്നവൻ എല്ലാ ജീവികളുടെയും വിശ്വാസം നേടുന്നു. അവൻ ആരെയും ഉപദ്രവിക്കാത്തതിനാൽ എല്ലാവർക്കും പ്രിയങ്കരനാകുന്നു. സ്വന്തം സുഖത്തിനുവേണ്ടി മറ്റൊരു ജീവിക്ക് ദുഃഖം വരുത്തുന്നത് ധർമ്മമല്ല. യഥാർത്ഥ ധർമ്മം കരുണയിലും ആത്മനിയന്ത്രണത്തിലുമാണ്. സ്വയം അനുഭവിക്കാൻ ഇഷ്ടമില്ലാത്ത വേദന മറ്റുള്ളവർക്കും വരുത്തരുത്. എല്ലാ ജീവജാലങ്ങൾക്കും ജീവൻ പ്രിയപ്പെട്ടതാണ്. ഹിംസ ഉപേക്ഷിച്ചവൻ ശാന്തമായ മനസ്സും നല്ല ആരോഗ്യവും പുണ്യഫലങ്ങളും പ്രാപിക്കുന്നു. ജീവഹിംസയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന മനുഷ്യൻ യജ്ഞങ്ങളും ദാനങ്ങളും വഴി ലഭിക്കുന്ന മഹത്തായ ഫലങ്ങൾക്കും അർഹനാകുന്നു. മാംസം ഉപേക്ഷിക്കുന്നവനെ ജ്ഞാനികൾ പ്രശംസിക്കുന്നു. അവന്റെ ജീവിതം ദയയും സംയമനവും കൊണ്ട് അലങ്കരിക്കപ്പെട്ടതായിരിക്കും. കരുണയുള്ള മനുഷ്യൻ എല്ലാ ജീവികളിലും തന്നെ കാണുകയും എല്ലാവരോടും സമത്വഭാവം പുലർത്തുകയും ചെയ്യുന്നു. അത്തരം വ്യക്തിക്ക് ജീവജാലങ്ങളിൽ നിന്ന് ഭയമുണ്ടാകുകയില്ല. അവനും മറ്റുള്ളവർക്ക് ഭയം സൃഷ്ടിക്കുകയില്ല. ദയ, ക്ഷമ, സത്യം, അഹിംസ എന്നിവയെ ആചരിക്കുന്നവൻ ക്രമേണ ഉയർന്ന ആത്മീയ നിലയിലേക്കുയരുന്നു. അതുകൊണ്ട് ജ്ഞാനികൾ അഹിംസയെ പരമധർമ്മമായി വാഴ്ത്തുന്നു. മാംസത്യാഗത്തെ മഹത്തായ വ്രതമായി കണക്കാക്കുന്നു. ഭീഷ്മർ തുടർന്നു, ധർമ്മം സൂക്ഷ്മവും ഗഹനവുമാണ്. അതിനെ ശരിയായി മനസ്സിലാക്കാതെ ചെയ്യുന്ന പ്രവൃത്തികൾ പലപ്പോഴും പാപഫലങ്ങൾക്ക് കാരണമാകാം. അഹിംസ പാലിക്കുന്നത് ജ്ഞാനത്തിന്റെ അടയാളമാണ്. അജ്ഞാനം കാരണം ആളുകൾ ഹിംസയെ ധർമ്മമെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. യാഗങ്ങൾ പോലും ജീവഹിംസയോടു കൂടിയാൽ അവയുടെ പുണ്യം കുറയുന്നു. അതിനാൽ യഥാർത്ഥ ധർമ്മം കരുണയിൽ അധിഷ്ഠിതമായിരിക്കണം.
എല്ലാ ജീവജാലങ്ങളും ആത്മാവിന്റെ ഒരു രൂപമാണെന്ന് മനസ്സിലാക്കുന്നവൻ ആരെയും വേദനിപ്പിക്കുകയില്ല. മനസ്സിൽ പോലും മറ്റുള്ളവർക്ക് ദോഷം ആഗ്രഹിക്കാത്തവൻ ശുദ്ധമായ ധർമ്മപഥത്തിൽ നടക്കുന്നു. മാംസഭക്ഷണത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നവൻ തന്റെ മനസ്സിനെ ക്രമേണ ശാന്തമാക്കി ആത്മനിയന്ത്രണം നേടുന്നു. ദയയുള്ളവന്റെ വാക്കുകളും പ്രവൃത്തികളും ശുദ്ധമായിരിക്കും. അവൻ എല്ലാവർക്കും ആശ്വാസം നൽകുന്നവനാകും. ഹിംസ ചെയ്യുന്നവൻ ഭയമനുഭവിക്കുന്നു. അഹിംസ പാലിക്കുന്നവൻ നിർഭയത്വം പ്രാപിക്കുന്നു. സകല ജീവികളോടും സമഭാവം പുലർത്തുന്നവൻ യഥാർത്ഥ ജ്ഞാനിയായാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് മഹർഷികൾ അഹിംസയെ പരമമായ വ്രതമെന്ന് വാഴ്ത്തുന്നു. അത് എല്ലാ ധർമ്മങ്ങളുടെയും അടിസ്ഥാനമാണെന്ന് അവർ പറയുന്നു. ഭീഷ്മർ തുടർന്നു, അഹിംസ പാലിക്കുന്നവൻ എല്ലാ ജീവികളുടെയും ഹൃദയത്തിൽ ഭയമില്ലാതാക്കുന്നു. അവന്റെ സാന്നിധ്യം തന്നെ ശാന്തി നൽകുന്നു. മനസ്സിൽ ശുദ്ധതയില്ലാതെ ചെയ്യുന്ന യാഗങ്ങളും വ്രതങ്ങളും പൂർണ്ണഫലം നൽകില്ല. എന്നാൽ കരുണയോടെ ചെയ്യുന്ന ചെറിയ പ്രവൃത്തിയും വലിയ പുണ്യമായി മാറുന്നു. എല്ലാ ജീവികളെയും സ്വന്തം ശരീരത്തിന്റെ ഭാഗമെന്നു കാണുന്നവൻ യഥാർത്ഥ ജ്ഞാനത്തെ പ്രാപിക്കുന്നു. മാംസം ഉപേക്ഷിക്കുന്നവൻ തന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ആസക്തികളിൽ നിന്ന് മോചിതനാകുന്നു. ജീവഹിംസയെ ഉപേക്ഷിക്കുന്നത് ഭയരഹിതമായ ജീവിതത്തിലേക്കുള്ള വഴി തുറക്കുന്നു. ദയയും ക്ഷമയുമുള്ളവൻ ശത്രുക്കളെയും സുഹൃത്തുക്കളെയും ഒരുപോലെ കാണുന്നു. അവന്റെ മനസ്സ് സമത്വത്തിൽ നിലനിൽക്കുന്നു. ഹിംസ ചെയ്യുന്നവൻ തന്റെ മനസ്സിൽ തന്നെ അശാന്തി സൃഷ്ടിക്കുന്നു. അഹിംസ പാലിക്കുന്നവൻ ആന്തരിക സമാധാനം അനുഭവിക്കുന്നു. മാംസഭക്ഷണം ഉപേക്ഷിച്ചവൻ ദീർഘായുസ്സും ആരോഗ്യവും ആത്മശുദ്ധിയും നേടുന്നു. സകല ജീവികളോടും കരുണ കാണിക്കുന്നവൻ ലോകത്തിൽ യഥാർത്ഥ ധർമ്മപാലകനായി പ്രശസ്തനാകുന്നു. അതുകൊണ്ട് ജ്ഞാനികൾ പറയുന്നു, അഹിംസ തന്നെയാണ് ഏറ്റവും വലിയ തപസ്. അത് എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്നു. ഭീഷ്മർ തുടർന്നു, യഥാർത്ഥ ധർമ്മം പുറത്തുള്ള ആചാരങ്ങളിൽ മാത്രമല്ല, മനസ്സിലെ ശുദ്ധതയിലും കരുണയിലും അധിഷ്ഠിതമാണ്. ജീവികളോടുള്ള ദയ ഇല്ലാതെ ചെയ്യുന്ന യാഗങ്ങളും വ്രതങ്ങളും ആത്മീയ ഫലം നൽകില്ല. അവ വെറും പുറംചടങ്ങുകളായി മാത്രം അവശേഷിക്കും. എല്ലാ ജീവികളിലും ഒരേ ആത്മാവിനെ കാണുന്നവൻ ആരെയും വേർതിരിക്കാതെ സമഭാവം പുലർത്തുന്നു. സ്വാർത്ഥത ഉപേക്ഷിച്ചവൻ എല്ലാ പ്രവൃത്തികളെയും ധർമ്മമായി മാറ്റുന്നു. അവന്റെ ജീവിതം തന്നെ ഒരു തപസ്സായി മാറുന്നു. മാംസഭക്ഷണം ഉപേക്ഷിക്കുന്നത് മനസ്സിന്റെ ക്രൂരതയെ കുറയ്ക്കുകയും കരുണയെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഹിംസയിൽ ആനന്ദം കണ്ടെത്തുന്നവൻ ക്രമേണ തന്റെ ആത്മശുദ്ധി നഷ്ടപ്പെടുത്തുന്നു. അഹിംസ പാലിക്കുന്നവൻ തന്റെ ചുറ്റുപാടുകളിലും ശാന്തിയും സൗഹൃദവും സൃഷ്ടിക്കുന്നു. ജീവികളെ വേദനിപ്പിക്കാത്തവൻ ഭയരഹിതനായിരിക്കും. അവന്റെ ജീവിതം സ്വാഭാവികമായ സന്തോഷത്തോടെ നിറഞ്ഞിരിക്കും. സത്യവും കരുണയും ചേർന്ന ജീവിതമാണ് യഥാർത്ഥ ധർമ്മജീവിതം എന്ന് ജ്ഞാനികൾ പറയുന്നു. അതുകൊണ്ട് അഹിംസയും ദയയും എല്ലാ ധർമ്മങ്ങളുടെയും അടിസ്ഥാനമായി മഹർഷികൾ വാഴ്ത്തുന്നു. ഭീഷ്മർ തുടർന്നു, ധർമ്മം മനസ്സിൽ മാത്രമല്ല പ്രവൃത്തിയിലൂടെയും പ്രകടമാകണം. കരുണയില്ലാത്ത പ്രവൃത്തി ധർമ്മമല്ല. മറ്റുള്ളവരുടെ വേദനയെ സ്വന്തം വേദന പോലെ കാണുന്നവനു മാത്രമേ യഥാർത്ഥ അഹിംസ പാലിക്കാൻ കഴിയൂ. സ്വാർത്ഥതയും ക്രോധവുമുള്ളിടത്ത് ധർമ്മം നിലനിൽക്കില്ല. അവിടെ ഹിംസ സ്വാഭാവികമായി വളരുന്നു. ജീവികളെ സംരക്ഷിക്കുന്നവൻ ധർമ്മത്തെ സംരക്ഷിക്കുന്നു. ജീവഹിംസ ചെയ്യുന്നവൻ ധർമ്മത്തെ ക്ഷീണിപ്പിക്കുന്നു. മാംസം ഉപേക്ഷിക്കുന്നവൻ തന്റെ മനസ്സിനെ ക്രമേണ ലളിതമാക്കുന്നു. അതിലൂടെ ആത്മജ്ഞാനത്തിനു വഴി തുറക്കുന്നു. എല്ലാ ജീവികളെയും സമഭാവത്തോടെ കാണുന്നവൻ തന്റെ ഉള്ളിലെ ദ്വന്ദ്ങ്ങൾ നീക്കം ചെയ്യുന്നു. അഹിംസ പാലിക്കുന്നവൻ സംസാരത്തിലും പ്രവൃത്തിയിലും മിതത്വം പാലിക്കുന്നു. ക്രൂരതയില്ലാത്ത മനസ്സ് ശാന്തതയുടെയും സന്തോഷത്തിന്റെയും ഉറവിടമാണ്. മറ്റുള്ളവരെ രക്ഷിക്കുന്നവൻ തന്റെ തന്നെ ആത്മാവിനെ ഉയർത്തുന്നു. അതുകൊണ്ട് ജ്ഞാനികൾ പറയുന്നു, അഹിംസയാണ് എല്ലാ ധർമ്മങ്ങളുടെയും മൂലവും ആത്മശുദ്ധിയുടെയും വഴി. ഭീഷ്മർ തുടർന്നു, കരുണയില്ലാത്ത ജ്ഞാനം അപൂർണമാണ്. അത് മനുഷ്യനെ ധർമ്മത്തിലേക്ക് കൊണ്ടുപോകില്ല. എല്ലാ ജീവികളിലും ആത്മാവിന്റെ സാന്നിധ്യം കാണുന്നവൻ ആരെയും താഴ്ന്നവനായി കാണുകയില്ല. അഹിംസ പാലിക്കുന്നവൻ തന്റെ മനസ്സിനെ ക്രമേണ ശാന്തമാക്കി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നു. ഹിംസ ചെയ്യുന്നവൻ ക്രോധവും ഭയവും വർദ്ധിപ്പിക്കുന്നു. അതേസമയം അഹിംസ ചെയ്യുന്നവൻ സമാധാനം നേടുന്നു. മാംസഭക്ഷണം ഉപേക്ഷിക്കുന്നത് മനസ്സിലെ കഠിനതയെ കുറയ്ക്കുകയും കരുണയെ വളർത്തുകയും ചെയ്യുന്നു. സത്യം, കരുണ, ക്ഷമ എന്നിവ ചേർന്ന ജീവിതം യഥാർത്ഥ ധർമ്മജീവിതമാണ്. മറ്റുള്ളവരെ വേദനിപ്പിക്കാത്തവൻ ലോകത്തിൽ എല്ലാവർക്കും ആശ്രയമായിത്തീരും. സ്വാർത്ഥത ഉപേക്ഷിച്ചവൻ തന്റെ പ്രവർത്തനങ്ങളെ ശുദ്ധമാക്കുന്നു. അവന്റെ ജീവിതം തന്നെ ഒരു തപസ്സായി മാറുന്നു. ജീവികളെ സംരക്ഷിക്കുന്നവൻ എല്ലാ പുണ്യഫലങ്ങളെയും സ്വന്തമാക്കുന്നു. അതുകൊണ്ട് മഹർഷികൾ പറയുന്നു, അഹിംസ തന്നെയാണ് ഏറ്റവും വലിയ വ്രതം. അതാണ് മോക്ഷത്തിലേക്കുള്ള വഴി. ഭീഷ്മർ തുടർന്നു, ധർമ്മത്തിന്റെ അന്തിമലക്ഷ്യം എല്ലാ ജീവികളോടും സമഭാവവും കരുണയും സ്ഥാപിക്കുകയാണ്. മനസ്സ് ശുദ്ധമാകുമ്പോൾ മാത്രമേ യഥാർത്ഥ ജ്ഞാനം ഉദിക്കുകയുള്ളൂ. അതിന് അഹിംസ അടിസ്ഥാനമാണ്. ഹിംസയിൽ ആനന്ദം കണ്ടെത്തുന്നവൻ ആത്മനാശത്തിലേക്കാണ് പോകുന്നത്. എല്ലാ ജീവികളെയും സ്വന്തം പോലെ കാണുന്നവൻ ഭയം എന്ന വികാരത്തിൽ നിന്ന് മോചിതനാകും. മാംസം ഉപേക്ഷിക്കുന്നത് ശരീരത്തെയും മനസ്സിനെയും ലഘുവാക്കുന്നു. അതിലൂടെ ആത്മവിചാരത്തിനു വഴി തുറക്കുന്നു. സത്യവും ദയയും ചേർന്ന ജീവിതം മനുഷ്യനെ ഉയർന്ന ആത്മീയ നിലയിലേക്ക് കൊണ്ടുപോകുന്നു. അഹിംസ പാലിക്കുന്നവൻ തന്റെ പ്രവൃത്തികളിൽ
പാപം കുറച്ച് പുണ്യം വർദ്ധിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ ജീവനെ സംരക്ഷിക്കുന്നവൻ തന്റെ സ്വന്തം ആത്മാവിനെയും സംരക്ഷിക്കുന്നു. ജീവികളോടുള്ള കരുണയാണ് എല്ലാ വ്രതങ്ങളുടെയും യഥാർത്ഥ സാരം. അതുകൊണ്ട് ജ്ഞാനികൾ പറയുന്നു, അഹിംസ തന്നെയാണ് പരമധർമ്മം, അതിനെ മറികടക്കുന്ന ധർമ്മമില്ല. ഭീഷ്മർ തുടർന്നു, അഹിംസ പാലിക്കുന്നത് ബാഹ്യശുദ്ധിയേക്കാൾ അന്തർശുദ്ധിയെയാണ് ശക്തിപ്പെടുത്തുന്നത്. മനസ്സിൽ കരുണ വളരുമ്പോൾ ക്രോധവും ദ്വേഷവും സ്വാഭാവികമായി ക്ഷയിക്കുന്നു. എല്ലാ ജീവികളോടും സൗഹൃദം പുലർത്തുന്നവൻ ജീവിതത്തിൽ സ്ഥിരമായ സമാധാനം അനുഭവിക്കുന്നു. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന പ്രവൃത്തികൾ ദീർഘകാലത്തിൽ ആത്മാവിനെ ഭാരപ്പെടുത്തുന്നു. മാംസം ഉപേക്ഷിക്കുന്നവൻ തന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ആസക്തികളിൽ നിന്ന് മോചിതനാകുന്നു. സത്യം, അഹിംസ, ക്ഷമ എന്നിവ ഒരുമിച്ച് പാലിക്കുന്നവൻ ഉയർന്ന ധർമ്മപദത്തിൽ പ്രവേശിക്കുന്നു. ഹിംസ ചെയ്യുന്നവൻ തന്റെ തന്നെ മനസ്സിൽ അസ്വസ്ഥതയും കുറ്റബോധവും സൃഷ്ടിക്കുന്നു. ജീവികളെ സംരക്ഷിക്കുന്നവൻ ലോകത്തിൽ വിശ്വാസത്തിനും ആദരത്തിനും അർഹനാകുന്നു. കരുണയുള്ള മനസ്സ് എല്ലാ ധർമ്മങ്ങളുടെയും അടിത്തറയാണ് എന്ന് മഹർഷികൾ പറയുന്നു. അതുകൊണ്ട് അഹിംസയെ അവഗണിക്കുന്ന ധർമ്മം യഥാർത്ഥ ധർമ്മമല്ല, അത് അപൂർണമാണ്. ഭീഷ്മർ തുടർന്നു, യഥാർത്ഥ ധർമ്മം എല്ലാ ജീവികളോടും ദയയും സമഭാവവും പുലർത്തുന്നതിലാണ് നിലനിൽക്കുന്നത്. മനസ്സിൽ കരുണ ഉറച്ചുനിൽക്കുമ്പോൾ പ്രവർത്തികൾ സ്വാഭാവികമായി ശുദ്ധമാകുന്നു. ക്രൂരതയിൽ അധിഷ്ഠിതമായ ജീവിതം ആത്മാവിനെ താഴ്ത്തുന്നു, കരുണ അതിനെ ഉയർത്തുന്നു. മാംസം ഉപേക്ഷിക്കുന്നവൻ തന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ആന്തരിക ശാന്തി നേടുന്നു. ഹിംസയുടെ ഫലം ഭയവും അസ്വസ്ഥതയുമാണെങ്കിൽ അഹിംസയുടെ ഫലം സമാധാനവും വിശ്വാസവുമാണ്. എല്ലാ ജീവികളെയും സ്വന്തം ജീവിതത്തിന്റെ ഭാഗമായി കാണുന്നവൻ യഥാർത്ഥ ജ്ഞാനിയാകുന്നു. സത്യം, ദയ, ക്ഷമ എന്നിവ ചേർന്ന ജീവിതം മോക്ഷത്തിലേക്കുള്ള പാതയെ വ്യക്തമാക്കുന്നു. മറ്റുള്ളവരെ വേദനിപ്പിക്കാത്തവൻ തന്റെ തന്നെ ആത്മാവിനെ ശുദ്ധമാക്കുന്നു. കരുണയുള്ള ജീവിതം എല്ലാ ധർമ്മങ്ങളുടെയും അടിസ്ഥാനമാണെന്ന് മഹർഷികൾ പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് അഹിംസയെ ഉപേക്ഷിക്കുന്ന ധർമ്മം ധർമ്മമല്ല, അത് അധർമ്മത്തിന്റെ രൂപമാണ്. ഭീഷ്മർ തുടർന്നു, അഹിംസ പാലിക്കുന്നവൻ എല്ലാ ജീവികളോടും ഒരേപോലെ കരുണ കാണിക്കുന്നു. അവന്റെ മനസ്സ് വിഭജനമില്ലാത്തതായിരിക്കും. മനസ്സിൽ ക്രൂരത ഇല്ലാതാകുമ്പോൾ എല്ലാ പ്രവൃത്തികളും ശുദ്ധിയും ശാന്തിയും നേടുന്നു. ഹിംസയിൽ ആധാരമാക്കിയ ആനന്ദം താൽക്കാലികമാണ്, അതിന്റെ ഫലം ദീർഘകാല ദുഃഖമാണ്. എല്ലാ ജീവികളെയും സ്വന്തം പോലെ കാണുന്നവൻ ദ്വേഷമെന്ന വികാരത്തെ അതിജീവിക്കുന്നു. മാംസം ഉപേക്ഷിക്കുന്നത് മനസ്സിനെ ലളിതമാക്കി ആത്മവിചാരത്തിന് അനുയോജ്യമാക്കുന്നു. സത്യം, കരുണ, അഹിംസ എന്നിവ ഒരുമിച്ച് നിലനിൽക്കുന്നിടത്ത് ധർമ്മം പൂർണ്ണത നേടുന്നു. ജീവികളെ സംരക്ഷിക്കുന്നവൻ ലോകത്തിലെല്ലാവർക്കും അഭയസ്ഥാനമാകുന്നു. ക്രൂരത ഉപേക്ഷിച്ചവൻ തന്റെ ആത്മാവിനെ ഉയർത്തുന്നു, അവന്റെ ജീവിതം ശുദ്ധമാകുന്നു. കരുണയില്ലാത്ത ജ്ഞാനം അപൂർണമാണ്, കരുണയാണ് ജ്ഞാനത്തെ പൂർത്തിയാക്കുന്നത്. അതുകൊണ്ട് മഹർഷികൾ പറയുന്നു, അഹിംസ തന്നെയാണ് പരമധർമ്മം, അതിനേക്കാൾ ഉയർന്ന ധർമ്മമില്ല.